അസ്സലാമു അലൈക്കും. ലേനസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ സ്പെഷ്യൽ ഒരു അടിപൊളി ഒഴിച്ച് കറിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് കൈപ്പങ്ങയും പച്ചമുളക്, തക്കാളി, വലിയ ഉള്ളി, വെളുത്തുള്ളി, പുളി, ഇത്രയും ചേരുവകൾ കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒഴിച്ച് കറി ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിന് വലിയൊരു കൈപ്പങ്ങയാണ് എടുത്തിട്ട് അതിൻ്റെ പകുതി ഞാൻ എടുക്കണുള്ളൂ, ഫുള്ളായിട്ട് ഞാൻ എടുക്കണില്ല. കൈപ്പങ്ങ ഞാൻ ആദ്യം 1 മണിക്കൂർ ഉപ്പും മഞ്ഞൾ വെള്ളത്തിൽ കൂടിയും ഇട്ട് വെച്ചിരുന്നു. അതിൻ്റെ വിഷാംശങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പൊയ്ക്കോട്ടെ എന്ന് കരുതിയിട്ട് അത് നന്നായി ക്ലീൻ ചെയ്തതിന് ശേഷം ഞാൻ ഇങ്ങനെ 3ആയി കീറി കുറച്ച് കനത്ത് തന്നെയാണ് അരിഞ്ഞെടുക്കുന്നത്. ചിലവർ കൈപ്പങ്ങക്ക് പാവക്ക എന്നൊക്കെ പറയും, ഇവിടെ കൈപ്പങ്ങ എന്ന് തന്നെ പറയണത്. പാവക്ക എന്ന് പറയുന്നവരും ഉണ്ട്. ഇത് ഞാൻ പകുതി ഇതേപോലെയാണ് സ്ലൈസ് ചെയ്തെടുക്കുന്നത്. അത് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് കനം കൂട്ടും. ഇതിൻ്റെ പകുതി ഞാൻ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കി ഇത് ഈ സമയത്ത് തന്നെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഇത് എൻ്റെ വീഡിയോ ഞാൻ ആദ്യം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഷോർട്സ് ആയിട്ടാണ് ഇട്ടിട്ടുള്ളത്. അത് കാണാത്തവരൊന്ന് കണ്ടു നോക്കി. അതും അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ കൈപ്പങ്ങ ഫുള്ളായിട്ട് അരിഞ്ഞ് മാറ്റി വെക്കുകയാണ് ചെയ്യണത്. ഇനി 2 തക്കാളി ചെറുതായി അരിഞ്ഞ് അടിച്ചെടുക്കുകയാണ് ചെയ്യണത്. അത് നമുക്ക് ഇത് ചെറുതായോ വലുതായോ എങ്ങനെ അരിഞ്ഞാലും പേസ്റ്റാക്കി എടുക്കുകയാണ് വേണ്ടിയത്. ഈ വീഡിയോ കാണുന്നവരിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്ക് ചെയ്യാത്തവരൊന്ന് ലൈക്കും ചെയ്യുക. ഇതിഞ്ഞ് നന്നായി അടിച്ചെടുക്കാം. ഇനി സവാള ചെറുതായി അരിഞ്ഞെടുക്കാം. ഒരു മീഡിയം സൈസിലുള്ള സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നന്നായി കനം കുറച്ച് അരിഞ്ഞെടുക്കുകയാണ് ഞാൻ സവാള ചെയ്യണത്. ഇനി ഒരു പാന് അടുപ്പത്ത് വെച്ചിട്ട് ഞാനൊരു മൺചട്ടിയാണ് അടുപ്പത്ത് വെച്ചിട്ടുള്ളത്. അത് ഞാൻ ചൂടായതിൻ്റെ ശേഷം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യണത്. എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഉലുവ 1/4 ടീസ്പൂണും കടുക് 1/4 ടീസ്പൂണും ഇട്ട് കൊടുക്കാം. ഉലുവ കൂടിപ്പോവരുത്. കൂടിപ്പോയാൽ ചെറിയൊരു കയ്പ്പ് രസം വരും. കുറഞ്ഞും പോവണ്ട. ഇതാണ് ഇതിൻ്റെ പാകം. നല്ല അടിപൊളി ടേസ്റ്റാണ്. മീൻ കറിയോ ഇറച്ചിക്കറിയോ ഒക്കെ മാറ്റി വെക്കും. അത്രക്കും നല്ല സൂപ്പർ കറിയാണിത്. ഇതുണ്ടാക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കി, എന്തായാലും ഇഷ്ടപ്പെടും. പാവയ്ക്ക അതേപോലെ കഴിക്കാത്തവരൊക്കെ ഉണ്ടാവും. അവർക്കൊക്കെ ഇത് ഇങ്ങനെ കറി വെച്ചാൽ എന്തായാലും കഴിക്കും. ഞാനിപ്പോൾ ഇതിലേക്ക് കറിവേപ്പില ഇട്ടെടുത്ത് സവാള ചെറുതായി അരിഞ്ഞതും അത് വഴറ്റി കൊടുക്കാം. അത് വഴറ്റി വരാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതൊന്ന് നന്നായി വഴറ്റി വരട്ടെ. ഞാനിപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ചെറുതായി അരിഞ്ഞ് കുനുകുന അരിഞ്ഞ് അങ്ങനെ ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ചതച്ചിട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതൊക്കെ അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കാം. ഞാൻ പേസ്റ്റ് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കി വെച്ചിനി അത് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത്. ഇതൊന്ന് വഴണ്ടി വരുന്ന സമയത്ത് ഇനി ഇതിലേക്ക് കാന്താരി മുളക് ഇട്ട് കൊടുക്കാം. ഞാൻ പച്ചമുളകല്ല ഇട്ട് കൊടുക്കണത്, കാന്താരി മുളകാണ് ഇട്ട് കൊടുക്കുന്നത്. അത് നടുകെ കീറിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കുക. 1/2 ടീസ്പൂണ് മുളകും പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടിയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇത് നന്നായി മൂത്ത് വരുന്ന സമയത്ത് അടിച്ച് വെച്ച തക്കാളി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത് അത്യാവശ്യം നല്ല എരിവില്ല മുളകും പൊടി ആയതുകൊണ്ടാണ് ഈ 1/2 ടീസ്പൂണ് ചേർക്കുന്നത്. കാശ്മീരി പൊടിയൊക്കെ ആണെങ്കിൽ 1 ടേബിൾ സ്പൂൺ തന്നെ വേണ്ടി വരും. ഈ തക്കാളിൻ്റെ പച്ചച്ചുവ മാറുന്ന വരെ വഴറ്റിയെടുക്കാം. ഇങ്ങനെ ഒരു കറി ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ അധികം കൂട്ടാൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഇത് മാത്രം മതി കഴിക്കാൻ. അത്രക്കും അടിപൊളി ടേസ്റ്റാണിത്. ഇതേപോലെ ഉണ്ടാക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയുന്നുണ്ട്. എന്തായാലും ഇഷ്ടപ്പെടാതെ നിൽക്കൂല. കൈപ്പങ്ങ പറ്റാത്തവർ കൂടി ഇങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ പറ്റും. ഇപ്പോൾ ടൊമാറ്റോത്തെ വെള്ളമൊക്കെ വറ്റി നന്നായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കൈപ്പങ്ങ ഇട്ട് കൊടുക്കാം. ഈ സമയം തന്നെ കൈപ്പങ്ങ ഇട്ട് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് നന്നായി ഇളക്കിയെടുക്കുകയാണ് വേണ്ടി. എന്നിട്ട് പിന്നെ അടച്ച് വെച്ച് വേവിക്കാം. ഇതിലേക്ക് മസാലയൊക്കെ പിടിക്കണ സമയത്ത് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് നല്ലത്. പെട്ടെന്ന് വെന്ത് കിട്ടാനും അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. കൈപ്പങ്ങി അധികം വേവില്ലാത്തതുകൊണ്ട് ഒരു 5 മിനിറ്റ് വേവിച്ചെടുത്താൽ മതി.
പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ അത് നന്നായി തളയൊക്കെ വന്ന് ഞാൻ അടച്ച് വെച്ച് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു 3 മിനിറ്റ് സമയമാകുമ്പോൾ ഞാൻ ഇതിലേക്ക് നാളികേരം പാർന്നു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നാളികേരം അരച്ചെടുക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഇതിലേക്ക് വേറെ ഒന്നും ചേർക്കണില്ല, വെറും നാളികേരം മിക്സിയിലിട്ട് നന്നായി പേസ്റ്റായി അരച്ചെടുക്കുകയാണ് ചെയ്യണത്. ഇപ്പോൾ കയ്പ്പങ്ങ നന്നായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു കുറച്ച് പുളി ഒഴിച്ച് പാരുകയാണ് ചെയ്യുന്നത്. ഒരു നെല്ലിക്ക വലിപ്പത്തിലേറ്റ ഉണ്ടോ ചോദിച്ചാൽ ചെറിയ നെല്ലിക്കൻ്റെ വലിപ്പത്തിലുള്ള പുളിയാണ് ഞാൻ പിഴിഞ്ഞൊഴിക്കണത്. നല്ല പുളി ആയതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഒഴിക്കണത്. അപ്പോൾ നാളികേരം ഞാൻ ഈ സമയം തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ് അടിച്ചെടുത്തത്. നമുക്ക് എത്ര കട്ടിക്ക് വേണ്ടിയത് വെച്ചാൽ അത്രക്കും വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇത് കുറച്ച് കട്ടിക്ക് തന്നെയാണ് കറി, അധികം കൂടുതലായിട്ട് ഒഴിച്ച് കറി വേണ്ട എഴുതിയിട്ടാണ് ഞാൻ ഇങ്ങനെ കുറച്ച് ഉണ്ടാക്കിയെടുത്തിട്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ക്വാണ്ടിറ്റി നാളികേരവും കയ്പങ്ങയും ഒക്കെ കൂടുതലായിട്ട് എടുക്കേണ്ടി വരും. ഈ സമയം ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കമ്മിയാണ്, എരിവൊക്കെ കറക്റ്റായിരുന്നു. ഉപ്പ് ഞാൻ ഇട്ടുകൊടുത്ത് ആണ് ചെയ്യുന്നത്. ഇപ്പോൾ കണ്ടോ, കയ്പങ്ങൻ്റെ പച്ചപ്പൊന്നും പോവാതെ നന്നായി വെന്ത് കിട്ടിയിട്ടുമുണ്ട്. ഇത് മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാൻ, വേറൊരു കറിൻ്റെ ആവശ്യമില്ല. ഞാൻ ഒന്ന് നന്നായി തള വരുന്ന സമയത്ത് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത്. ഇത് നമുക്ക് എന്താ വെച്ചാൽ മൺചട്ടി ആയതുകൊണ്ട് തന്നെ സ്റ്റൗ ഓഫ് ചെയ്താലും കൂടി തിളച്ച് കിട്ടും. കറിവേപ്പില ഇട്ട് കൊടുത്ത് ഞാൻ ഒരു 5 മിനിറ്റ് അടച്ച് വെച്ചിട്ട് പിന്നെ തുറന്നെടുക്കുന്ന സമയത്ത് ഒരു രക്ഷയില്ല, അത്രക്കും നല്ല സൂപ്പർ കറിയാണിത്. ഇനി അടുത്ത വെറൈറ്റി വീഡിയോയുമായി കാണാം ഇൻഷാ അല്ലാ. അടുത്ത വീഡിയോ കാണാം.